ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കുട്ടികളൊക്കെ ആയിട്ട് വെക്കേഷൻ അല്ലേ, അപ്പോൾ ഇതുവരെയ്ക്കും അവർ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചുമ്മാ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു പ്ലാനിങ്ങും ഒന്നുമില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് കേട്ടോ തീരുമാനിച്ച വെട്ടുകാട് പോകാമെന്ന്. അങ്ങനെ നമ്മൾ കിഴക്കേക്കോട്ട വന്നു. അവിടെ വന്നപ്പോൾ നമുക്ക് വെട്ടുകാട് ബസ് കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഡബിൾ ഡെക്കർ ബസ് വന്നു. അത് ശംഖുമുഖമായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലാൻ മാറ്റി ശംഖുമുഖത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡബിൾ ഡെക്കറിൽ നമ്മൾ ആരും കയറിയിട്ടില്ലായിരുന്നു, ആദ്യമായിട്ടായിരുന്നു കയറിയത്. മുകളിൽ ഇരുന്നതുകൊണ്ട് തന്നെ എയർപോർട്ടിൻ്റെ അകത്തുള്ള വ്യൂ ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ശംഖുമുഖത്തെത്തി. അങ്ങനെ ശംഖുമുഖത്ത് വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കടൽ കാണാം, കടലിലിറങ്ങാം എന്നുള്ള ഒരു ആവേശത്തിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം രാത്രി ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ കടലിൽ ഇറക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളെ പ്ലാനിങ് എല്ലാം തെറ്റിച്ചു. കടലിൽ ആരെ ഇറക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. ചായയും വാഴയ്ക്കപ്പമാണ് കേട്ടോ കഴിച്ചത്. നല്ല ചായ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് അവിടെ കാറ്റൊക്കെ കൊണ്ട് ചായ കുടിച്ചു. ഒരുപാട് കുട്ടി കടകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ പോയി. പിന്നെ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ ബബിള് വരുന്നത് നമ്മൾ ഇത് കണ്ടത്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു. ഇവർ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. അങ്ങനെ കടലിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ചു. പിന്നെ ഒരു 7 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് പോയത്. തിരിച്ച് നമുക്ക് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ലേറ്റായി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ ബസ്സിൽ കയറിയപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ബസ് കയറി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബസ്